എന്താ എടാ അതൊരു പൊട്ടിക്കുണാപ്പി പെണ്ണാ, പൂത്ത കാശുണ്ടെന്നേ ഉള്ളൂ. അത് നിനക്കെന്താ, നിനക്ക് കാര്യം പറയാൻ പാടില്ലേ? അങ്ങനെ ഡീറ്റെയിലായിട്ട് പറയാൻ പറ്റും. എന്താ? എടാ കഴിഞ്ഞ 4 വർഷമായിട്ട് ജർമ്മനിലുള്ള നേഴ്സായിട്ട് റിലേഷൻഷിപ്പ് ആണെന്ന് കാണാം ഇവളോട് പറഞ്ഞ ഇവൾ അപ്പച്ചൻ്റെ അപ്പച്ചനോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പണി പാടും. തൽക്കാലം താനെൻ്റെ സാങ്കല്പത്തിലെ പെണ്ണലെന്നൊക്കെ പറഞ്ഞ അച്ഛത്തെ വിട്ടിട്ടുണ്ട്. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അവളെന്ത് പറയാ, ചൂടാവല്ലേ? അവളെന്ത് പറയാ? അവളാണെങ്കിൽ അവളുടെ അപ്പച്ചന് വാക്ക് കൊടുത്തു പോലും 6 months അവളോട് പാർട്ണർ കണ്ടെത്തുന്നു പോലും. ഇതൊന്നും അല്ല അളിയാ, ഇതുവരെ അവളൊരു സിനിമ കണ്ടിട്ടില്ല, ഒരു റിലേഷൻഷിപ്പും ഇല്ല. അതെന്ത് ജീവി? അവളുടെ ഫാനസി എന്താ അറിയാവാ, ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കെട്ടടുത്ത് പോലും. അളിയൻ പറയാ ഞാൻ ഡിറ്റക്റ്റീവ് വേണം, ഞാൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് വേണം. നിനക്ക് അതിനുള്ള ബുദ്ധിയില്ലല്ലോ. ഇല്ലല്ലോ. അളിയൻ അറിയാവാ, എന്റെ കാണാതെ ഷട്ടിൽ കണ്ടുപിടിച്ചിരുന്ന എന്റെ അമ്മയാ. എന്റെ പേടി ഇതൊന്നുമല്ല. ഇനി ഞാൻ എങ്ങാനും ഇവിടെ കെട്ടിക്കഴിഞ്ഞ ഇവിടെ ഞാൻ ഡിറ്റക്റ്റീവ് കോഴ്സിന് വിടുവോ? അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ? അല്ല ചേട്ടാ, ഞാൻ ഹസ്ബൻഡായിട്ട് കണ്ടുപോയി, അതുകൊണ്ടാ. അതുകൊണ്ടല്ല, എന്റെ സാങ്കല്പത്തിലെ പെണ്ണിന് ഇത്ര സൗന്ദര്യം ഇല്ല, അതുകൊണ്ട് ഇച്ചിരി കൂടുതലാ. പിന്നെ അത് മാത്രമല്ല, ഞാൻ കുറച്ച് ടോക്സിക്ക, ഇടിക്കുകയൊക്കെ ചെയ്യുന്നു, കടിക്കുന്നു. ഇടി വേണം അറിയുന്നു. ഓടി അതാണാ പെണ്ണ്. ആ, ഇവിടെയാണോ നീ വേണ്ടെന്ന് പറഞ്ഞത്? പിന്നെ 2 എണ്ണം കെട്ടണം. എന്നാ കല്യാണം മുടങ്ങിയെന്ന് കൂട്ടിയാ മതി. അതെങ്ങനെ? ജീം ടബാക്കിട്ടുണ്ട്. This is my territory. എട്ട് ബൂട്ട് പോളിഷ് ചെയ്ത് കൊടുത്താലായിരുന്നു എനിക്കൊരു പെണ്ണ് കിട്ടിയിരുന്നത്. പാത്രത്തിലുള്ള ചോറ് കളഞ്ഞുകൊണ്ട് കഴിക്കുന്നവർക്കിടയിൽ മണ്ണിൽ വീണ ഈ പെണ്ണിനും മേക്കപ്പ് സാധനങ്ങൾക്കും വേണ്ടി നീ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലായി. സ്വാർത്ഥതയ്ക്ക് പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല, നമ്മളതിനെ തടഞ്ഞു നിർത്തണം. ആരെ പറ്റി ആലോചിച്ചും തലപുണ്ണാക്കണ്ട. അവരാരും നിന്റെ അത്ര ബലശാലികളല്ല. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. നീ ആരാടാ ഇവിടെ വന്ന് ഷോ ഇറക്കാൻ? നിനക്കെന്താടാ യോഗ്യത? മെറിറ്റിൽ വന്നവനോടാ, മെറിറ്റിൽ വന്നവനെ കളിയാക്കുന്നോടാ. ട്രിഗറിനു മേൽ വിരൽ വെച്ചവരാരും ഷൂട്ടറാവില്ല, പെണ്ണിനു മേൽ കൈവച്ചവരാരും ആണുമാവില്ല. എൻ്റെ യോഗ്യത എന്തെന്ന് എന്നെ സ്നേഹിച്ചവർക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാകില്ല. അവൻ ആരാണ്, എന്തിനിവിടെ വന്നു എന്ന് ആലോചിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലായി. നാട് കാണാൻ വരുന്നവൻ നാടിനെ പറ്റി അറിയണം. നാട് ഭരിക്കാൻ വരുന്നവൻ അവനാരാണെന്ന് അറിയിക്കണം. ഇപ്പൊ തരടാ. ഒരടിപിടിയുണ്ടായാൽ ആരാണ് ആദ്യം തല്ലിയതെന്ന് ആരും ശ്രദ്ധിക്കില്ല. അടി കൊണ്ട് ആരാണ് ആദ്യം വീഴുന്നതെന്ന് ശ്രദ്ധിക്കും.
If you think you're bad, I am your dad. അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കാൻ വന്നതാണ്. പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. അടി എന്റെ റോളി ആ ചീറും. മാമന്റെ മോളെ പിടിച്ചു വന്നേക്കണല്ലോ തെണ്ടി. എന്റെ മാമന്റെ മോളെ നീ ഇങ്ങനെ പറയണേ? അതൊക്കെ വിട്, സാധനം എടുക്ക്. പോക്കറ്റ് സാധനം. എടാ, അവിടെ കാട് ശ്രദ്ധിക്കണം, നമ്മുടെ ഇടിയെ ശ്രദ്ധിച്ചോണ്ടിരിക്കണം. എടാ, വേറെ കാടുണ്ടോ? വേറെ കാടുണ്ടോ? മഴയുണ്ട് പോക്കറ്റിൽ. പോക്കറ്റിൽ പാന്റിന്റെ ഷർട്ടിന്റെ അവിടെ. സാധനം ഇവിടെ. ഈ പോക്കറ്റിൽ പോക്കറ്റ്. ഏത് കൊച്ചാടാ നിന്റെ? ചതുരത്തിവിടെ ആകാശ്. ഡിറ്റക്റ്റീവ് നെടുമാരൻ രാജാംഗം. ഏത് കണ്ടു? എന്റെ വിഷയമല്ല, എനിക്കുള്ള പൈസ വേണം. ഞാൻ വരുമ്പോണ്ടില്ല, നീ എന്നെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് നെടുമാരൻ രാജാംഗം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഏത്? ഞാൻ നീ പഴയ സ്കൂൾ ഫ്രണ്ട്സ്. പിന്നീണ്ടല്ലോ ഞാൻ എന്ത് പറഞ്ഞാലും കൂടെ പിടിച്ചേക്കണേടാ. ഓക്കെ, എന്തേലും ചെയ്യും. അമ്മേ ഷിറ്റ്, ഹി ഡിസ്റ്റർബ്ഡ് മൈ പീസ്. കുടിച്ചോ. തീരുമാനം എന്തായി? പപ്പയോട് പറഞ്ഞില്ലല്ലോ. അല്ലേട്ടാ, മറക്കാൻ പറ്റുന്നതിന് അല്ല, മുന്നേ പതുക്കെ വേണ്ട, പെട്ടെന്ന് മതി. നോക്ക്. കേട്ട് കേട്ട്. സോറി മിസ്റ്റർ ഗീത, ഇത് നെടുമുടി നടി പടിമുടി എന്താ വായിക്കൂടാന്ന പേരിടാൻ പേരുടെ തിണ്ടി. മിസ്റ്റർ ഗീത, ഇത് നെടുമുടി രാജമാണിക്ക്. അല്ല, നെടുമാരൻ രാജാംഗം. ഹൈലി ടാലന്റഡ് പേഴ്സണാ. അല്ല, അളയനോട് നിങ്ങളാ കണ്ണി നോക്കി സംസാരിച്ച്. ഹലോ, എത്ര നാളല്ലേ നമ്മൾ കണ്ടിട്ട്? ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ്. എനിക്ക് തോന്നുന്നു നമ്മൾ അവസാനമായിട്ട് കാണുന്നത് 5A സ്കൂളിൽ വെച്ചല്ലേ? 5A means? 5 പില്ലർ നമ്പർ 5 എയർപോർട്ടിൽ. എയർപോർട്ട്. ലുക്ക് ചെയ്താ ഇവനിങ്ങനെ കാണുന്ന പോലെ ഒന്നുമല്ല. ഫുൾ ടൈം അണ്ടർ വാട്ടർ അല്ല, അണ്ടർ കവർ. വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രില്യന്റ് ഓഫീസർ ഇൻ CI. രോമമുഖ്യുണ്ട്. എക്സ്ക്യൂസ് മീ, ഫോൺ പെട്ടെന്ന്. സാറ് നേരത്തെ കുടിച്ച ലൈമിന്റെ ബില്ല് ബില്ല് തരും, കൊടുക്കൂലോ? തരും. ശരി സാർ, അപ്പൊ എന്റെ ജോലി പോയി. ആണല്ലേ, നമുക്ക് റെഡിയാക്കാം. ഡിറ്റക്റ്റീവ് ആണല്ലോ അല്ലേ? ഞാൻ ലുക്ക് ചെയ്താ ഇതേപോലെ ഒരുപാട് പേർക്ക് പണിയെടുത്ത ആളാണ് ഇത്. എന്തിന്? എനിക്കൊരു കുറെ പണി വന്നിട്ടുണ്ട്. ഹലോ, അമേരിക്കന്നോ? റോബർട്ട് ഡോണി അല്ല, പുള്ളിയുടെ ഷെർലോക്ക് ഹോംസ് ഇല്ല അവിടെ? ജെയിംസ് ബോണ്ട് അല്ല, അത് സോറി, ഒരുപാട് വർക്ക്സ് ഉണ്ട് എനിക്ക്. കുഴപ്പമില്ല, അടിയിൽ അത് അവിടെ ഉള്ള. അല്ല, എനിക്ക് പറ്റില്ല, എനിക്ക് സമയം. ഞാൻ ഡിറ്റക്റ്റീവ് അല്ലേ? ഇന്ത്യയിലങ്ങനെ പറ്റില്ല. സുഖല്ലേ? നല്ല തണുത്ത കാറ്റല്ലേ? ആ, ക്ലൈമറ്റിന്റെ ഒക്കെ. ഗീത എന്താ കാണുമെന്ന് പറഞ്ഞ? ഗോകുലേട്ടൻ എന്തിനാ കാണുന്നു പറഞ്ഞേ? ആക്ച്വലി അന്ന് ആ കോഫി ഷോപ്പിൽ ചേർന്നതൊക്കെ എൻ്റെ ഒരു നമ്പറായിരുന്നേ. ഒരു പ്രാങ്ക്
പണ്ടേ എനിക്ക് പ്രാങ്കൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ കടിക്കിടിക്കൊന്നും ഇല്ല. എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. എസ്കിത, really I love you. Wow. ഗോകുലേട്ടാ, ഇത് ഒറിജിനലാ? അതല്ല, പിന്നെ അത് ശരിയാവത്തില്ല. ഗോകുലേട്ടനല്ലേ എന്നെ വേണ്ടത് പറഞ്ഞത്? സോറി, നോ ഐ ആം കമ്മിറ്റഡ്. കമ്മിറ്റഡാ? ആരുമായിട്ട്? അത് അവിടെ ആര്? ആള് വന്നില്ല. ഇവിടെ കല്യാണത്തിന് കാറ്ററിംഗ് വിളിച്ച யார் அந்த பையன்? நான் தான் அந்த பையன். யார் அந்த பையன்? മീറ്റ് മിസ്റ്റർ നെടുമാരൻ രാജ, Hello. മൈ ഹബി, நான் தான் அந்த പ്രൈവറ്റ് பையൻ. ഡിറ്റക്റ്റീവ്. You cheat? നോ, Yes. നോ അളിയാ, ഞാൻ ആദ്യമേ പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാനാ പറഞ്ഞൊരു സർപ്രൈസ് കൊടുക്കാന്ന്. എങ്ങനെയുണ്ട്? മാച്ച് അല്ലേ? കൊള്ളത്തില്ലടാ. ഫണ്ണി തിങ് എന്താണെന്നറിയോ? ഗോകുലേട്ടൻ ഇപ്പൊ എന്നെ പ്രപ്പോസ് ചെയ്ത്. Funny. അതെ അതെ. ഹായ് പപ്പ. ഞാൻ പപ്പയോട് ഈ ഫണ്ണി തിങ് ഒന്ന് പറയട്ടെ. ഹലോ പപ്പ. എടാ തിണ്ടി, 2 വഞ്ചി കാലു തന്നെ നോക്കുന്ന ചതിയാ. ചതി നാലടാ, നീ ചതിയൻ. ഒരു പെഴിഞ്ഞ ഡിറ്റക്റ്റീവ് വന്നോട് പറ്റിച്ചാൻ പോരാ. ഏതോ ഒരു പേരോട്ട് ലഡു തടു നെടുമാര രാജാക്കം. ഏതോ ഒരു മലരെ. നിനക്ക് എന്തിന്റെ കട തിണ്ടി? നിനക്ക് അവളെ വേണ്ടല്ലോ, പിന്നെ എന്റെ പൊന്നളിയ, ഞാൻ പറഞ്ഞു നീ കൂളായിട്ട് കേക്ക്. ഞാൻ കൂളാവില്ല. പേടിപ്പിക്കില്ലേ? ഇന്നലെ കാറ്ററിംഗ് പോയല്ലേ? കാറ്ററിംഗ് പോലെ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കൂലിപ്പണിക്ക്. കാറ്ററിംഗ്. അതെ, കാറ്ററിങ്ങിന്. അവൾ ഇന്നലെ വിളിച്ചായിരുന്നു. ആര്? ജർമ്മനിന്ന്. ഓ, അവൾക്കൊരു വേണ്ടത് പറയടാ. ആ നീ ഇതൊക്കെ കാണിക്കണം. പിന്നെ എങ്ങനെയാ? ഉത്തരത്തിരിക്കുന്ന കിട്ടുവാൻ വേണം, കശത്തിരിക്കുന്ന പോകാതിരിക്കാനും വേണ്ടിയാ. ആ ഒരവസ്ഥ വരാതിരിക്കാനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത്. നീ അവളെ മറക്കുക. തിണ്ടി, എനിക്ക് ജീവനോടൊപ്പം നിനക്കുള്ള കിട്ടില്ല. ആണാ? എന്നാ നീ കേട്ടത്തില്ലടാ അവളാ. നിന്റെ എല്ലാ കാലത്തും ഞാൻ പറഞ്ഞു കൊടുക്കോളാം. ആ എന്നാ ഇതൊക്കെ മരുന്ന് വെച്ചിട്ടുണ്ടാക്കുന്നത് ഞാനും പറയണം. No, I am not. കാനഡ. കാനഡ കോയിനാട് എവിടെ വെച്ചാലും കാണാടാ. കോയിനാട് എനിക്ക് ഇഷ്ടമുള്ള തെണ്ടി. പട്ടി മുഖത്തും തൊപ്പി. നിന്റെ പദയാത്രയിൽ ഞാൻ തേടി നിൻ രാജാങ്കണങ്ങൾ. ശ്രുതി പോരടാ. എന്റെ പ്രിയ ഗാനധാരയിൽ നിന്നിലെ ശ്രുതി ചേർന്നിരുന്നു. ഈ പാട്ട് ഇവൾക്ക് എങ്ങനെ അറിയാം? അതെനിക്കെങ്ങനെ അറിയാം? അവളോട് ഈ പാട്ട് നിനക്ക് എങ്ങനെ അറിയാം? ഇത് പപ്പ FM-ൽ വെക്കുന്ന എന്റെ ഫേവറേറ്റ് സോങ്ങാ. കൊള്ളാവോ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇപ്പൊ ഇവിടെ അതാണോ മാറ്റർ? അല്ലേ അല്ലേ പിന്നെന്താ? വേറെന്താ? എനിക്ക് എന്നതാ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. ശരിയാ, എനിക്കൊരു സമയത്ത് ഗോകുലേട്ടൻ നോ പറഞ്ഞോണ്ടല്ലേ ഞാൻ ഈ നെടുമാനൊക്കെ സ്നേഹിച്ചത്. ഇവൻ അതിയെ പറ്റി ഇപ്പൊ ഞാൻ എന്നതാ ചെയ്യേണ്ടത്? ഞാൻ കാരണം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പോകാൻ പാടില്ല. എനിക്ക് അത്രേ ഉള്ളൂ. അല്ല, ശരിയാ, ആർക്കാണേലും ഒരേ സമയം ഒരു വശമേ കാണത്തുള്ളൂ. എനിക്ക് പക്ഷെ രണ്ടാ. നീയും പോകുന്നു, ഇവനും പോകുന്നു. ഒരു ലവറായി നീ എന്നെ കണ്ടിട്ടില്ല. ഒരു ഫ്രണ്ടായിട്ട് ഇവനും. വിഷമം സഹിക്കാനാവാതെ നിങ്ങളിവിടെ നിർത്തി ഞാൻ എന്തെങ്കിലും ചെയ്തു കളെ. നിങ്ങൾ ജീവിക്കും. നന്നായി വാ, നന്നായി. ഇവിടെ എന്താ നടക്കാൻ പോണെന്ന് അറിയോ? ഞാൻ സ്നേഹിച്ചപ്പെടുന്ന കല്യാണം. കൃഷ്ണ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടത്തേണ്ടി. എനിക്ക് ആഗ്രഹമില്ലാണ്ടല്ല സാർ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥയായിട്ടും ഞാൻ ഇവിടെ സ്നേഹിച്ചത്. ഇവനും കൃഷ്ണനെ പിടിച്ചിരിക്കുന്നു. എന്നോ ഒരു ലവറില്ലാതെ ഒരു കുട്ടി എത്രമാത്രം വിഷമിക്കുന്നു നിങ്ങളോട് ഞാൻ മനസ്സിലാക്കി. വേണ്ടായിരുന്നു വെറുതെ നീ എന്നോടൊന്നും പറയണ്ടായിരുന്നു. ഇന്നലെ സങ്കടം അവിടെ പറയേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പറഞ്ഞാർക്കെങ്കിലും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആലോചിച്ചപ്പോ നിന്നോട് ഞാൻ പറയണ്ടെന്ന് എനിക്ക് തോന്നി. 2 ദിവസം ഉള്ള സ്നേഹമില്ലാതായപ്പോഴേക്കും ഞാൻ ഒരുപാട് വിഷമിച്ചു. അപ്പൊ എന്നൊക്കെ മുമ്പ് അവളെ കണ്ട നീ
എത്രമാത്രം വിഷമമുണ്ടോ നിനക്ക് എന്നറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഈ വീട്ടിലെന്താ നടക്കാൻ പോണെന്ന് അറിയാമോ? ഞാൻ സ്നേഹിച്ചവന്റെ വിവാഹം. നീ പറ, നീ ആണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ അവളെ കൊണ്ടുപോകും. ജബറോ കി സിന്ദഗി ജോ കബി നഹി കഴിഞ്ഞിട്ടാ. ദൂരത്ത് നീ ഉണ്ടെങ്കിൽ പെണ്ണെ, ഇതാരാണ്? ഓ, നീ ഒരുത്തിക്ക് വേണ്ടി ഞാൻ നിന്നെ തേടി വരും. രാജൻ കൊള കൊണ്ടുപോയല്ലേ? ഹലോ, പറ. ഞാൻ എന്താ ചെയ്യാ? എനിക്കൊന്ന് പറഞ്ഞതാ. എനിക്ക് ജയിക്കണ്ട, വേറെ ആരും തോക്കാതിരുന്നാ മതി. ഉപ്പാന്റെ കബറടക്കം കഴിഞ്ഞ് കബറിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങുമ്പോ മുമ്പിലും ഉപ്പയോ? ഇന്റർകാസ്റ്റ് മുമ്പിൽ റോഡ്, എടുത്തക്കും വലത്തക്കും എങ്ങോട്ടാ നടക്കേണ്ടത് ഒരു നിപ്പ് ഞാൻ നിന്നിട്ട് ഞാൻ ഇപ്പോഴും ഉണ്ടാ റോഡ് അവിടെ. എങ്ങോട്ടാ നടക്കേണ്ടത് ഞാൻ? എടുത്തക്ക വലത്തക്ക. പേര് മഴയെ തൊറ്റപ്പെട്ട ഒരു കുട്ടിയുടെ അവസ്ഥയായിരുന്നു അമ്മേ. സോറി ഗീത, എനിക്ക് ഒന്നും അറിയിച്ചിട്ടില്ല ആരെയും ഈ നിമിഷം വരെ. ഇല്ലടാ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നീ തോക്കാനാ സമ്മതിക്കില്ല. പട്ടണം അവളുടെ കഴുത്തിൽ താലിയിട്ടാൽ നീ ജയിക്കത്തുണ്ടെന്നുണ്ടെങ്കിൽ നീ ജയിക്കണമെന്നാ എന്റെ തീരുമാനം. എന്നാ പിടിച്ചോ നിന്റെ ഗീതയെ. ഭാഗ്യം ചെയ്തോ നിങ്ങൾ രണ്ടുപേരും. ഇനി പൊയ്ക്കോ, തെക്കിനിലേക്കാ വടക്കിലേക്കാ എങ്ങാട്ടാന്ന് വെച്ചാ. തെങ്കാശി ശംഖ് പറിച്ചുതരാൻ പറഞ്ഞാലും നീ തരും അല്ലടാ കഴിവേറ മോനെ. അതിലെന്റെ ഒരു ബ്യൂട്ടി, കഴിവരുടെ മോനെ. അമ്മേ, എന്താണ് തേണ്ടി ഇപ്പൊ ഒരു മാറ്റം? ജർമ്മനിൽ നിന്ന് പെണ്ണിനെ വിളിച്ച് അവൾക്ക് ചൈല പറ്റത്തില്ല. ബെസ്റ്റ്. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. നിന്റെ മാസറ്റം വെളിയെടുത്തോ. നിങ്ങൾ ഇതൊന്ന് പിടിച്ചേ. ഓക്കെ, ഈശ്വര, ഒരു ഡയലോഗ് ഓർമ്മയുണ്ടല്ലോ. എന്താ ഒന്നും പറയാനില്ലേ? ഇംഗ്ലീഷ് പിടിക്കാം. I want to marry you. I want to have kids with you and grow old with you. I want to die 110 years old in your arms. I just don't want 14 unending flowers. I just want a lifetime. Crystal clear, Geeta? Yes, Mr. Husband. yes.